വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പുതിയതായി ചുമതലയേറ്റ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്. സ്വാതി തന്നെയാണ് ആ വാർത്തയിലും വിശദമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. സ്വാതിയിലേക്ക് പോവുകയാണ്. സ്വാതി, കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സമയത്ത് നിലവിലെ സാഹചര്യങ്ങൾ എന്താണോ തൽസ്ഥിതി അത് തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് കോടതി ഉന്നയിക്കുന്നത്. ഇതുവരെ എന്തായിരുന്നു അത് തന്നെ തുടരണമെന്നതാണ്. പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ, പ്രത്യേകമായ ഉദ്ദേശങ്ങൾ ഇതിനുണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് എന്ന വിശകലനങ്ങളിലാണുള്ളത്. രാജ്യമാകെ ഇത് നിയമമായി വന്നതിന് ശേഷം ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യമാകെ സംഘർഷ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ വസ്തുതകളായി നിലനിൽക്കുകയാണ്. ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത്? അന്ന, ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ അവകാശങ്ങളൊക്കെയും ഹനിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമമാണ് വഖഫ് നിയമം എന്നുള്ള അത് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഹർജികൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ തവണ ഈ ഹർജിയിൽ വാദം കേൾക്കുന്ന സമയത്ത് സഞ്ജീവ് ഖന്ന, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയാണ് ഈ കേസ് എടുത്തത്. പക്ഷേ അദ്ദേഹം വിരമിക്കുന്ന സാഹചര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒരു ഹർജിയിൽ ഇപ്പോൾ വാദം നടത്തേണ്ടതില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ ഹർജി മാറ്റിവെച്ചിട്ടുള്ളത്, വാദം കേൾക്കൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതുതായി ചുമതലയേറ്റിട്ടുള്ള, കഴിഞ്ഞ ദിവസമാണ് പുതിയ ചീഫ് ജസ്റ്റിസായി ബി.ആർ. ഗവായി ചുമതലയേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരിഗണനയിലാണ് ഇന്ന് ഈ കേസ് വരുന്നത്. അദ്ദേഹമാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്, ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇതിൻ്റെ വഖഫിൻ്റെ ബോർഡിലും കൗൺസിലും ഒക്കെ ഉൾപ്പെടുത്തുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനവും ഈ വിഷയം സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾ നിലവിൽ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശമാണ് അന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നൽകിയത്, ഏറ്റവും അവസാനം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ. അതേസമയം ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തെ അത്തരത്തിൽ ഒരു നിയമമായതിനു ശേഷം അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ കോടതിക്ക് പോലും അധികാരമില്ല എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം 100ഓളം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ വഖഫ് ബോർഡിലും അതോടൊപ്പം തന്നെ വഖഫ് കൗൺസിലിലും ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണമെന്നുള്ള നിർബന്ധം തന്നെ കഴിഞ്ഞ സമയത്ത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഹർജികളിൽ 100ഓളം ഹർജികളിൽ 5 ഹർജികളാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഈ കേസ് ഹർജി പരിഗണിക്കും എന്ന് തന്നെ, ഇതിൽ വാദം കേൾക്കുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തന്നെയാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. ശരി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. നിരവധി ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. മുൻപ് പരിഗണിച്ചപ്പോൾ ഒക്കെ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി കൊടുത്തിരുന്നത് എന്നതാണ് സ്വാതി വിവരങ്ങൾ നൽകിയത്.